എന്താണ് സഹോ? സൂപ്പർ ലീഗ് കേരളയുടെ ആവേശം സിരകളിലേക്ക് കയറും മുൻപ് ഫുട്ബോൾ ആരാധകർ പരസ്പരം ചോദിക്കുന്നു, എന്താണ് സഹോ? കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ ഒന്നടങ്കം ത്രില്ലടിപ്പിക്കാൻ ഇത്തവണ സഹോയുണ്ട്. സഹോയുടെ കഥയുമായി മഹേഷ് പോലൂർ ചേരും. എന്താണ് സഹോ? എന്താണ് സഹോ? സൂപ്പർ ലീഗ് കേരളയിൽ സഹോ എന്താണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സഹോ അറിയോ? സഹോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സിനിമ ഡയലോഗ് എന്തോ SLKയും സഹോയും തമ്മിലൊരു ബന്ധമുണ്ട്, അറിയോ? സർപ്രൈസ് ആണ്, എന്തോ വരുന്നുണ്ട് സഹോ. സംതിങ് കുക്കിംഗ്. എന്താണ് സഹോ? സഹോയെ കുറിച്ച് വല്ലാതെ അറിയോ? സഹോ സഹോദരൻ. സഹോ നമ്മുടെ കൂടെ ഉള്ള കൂട്ടുകാരനല്ലേ നമ്മൾ സഹോ എന്ന് വിളിക്കണം. വീണ്ടും ഒരു പാസ്. എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് എന്തായിരിക്കും? ഓക്കെ, അപ്പൊ സഹോ എന്താണെന്നുള്ള കാര്യവും ഇവിടെയുള്ള ആളുകൾക്ക് അറിയില്ല. അപ്പൊ സഹോ ഉണ്ട്. അപ്പോഴേ എന്താണ് സഹോ? ദേ ഇതാണ് സഹോ. ഇത്തവണത്തെ സൂപ്പർ ലീഗ് കേരളയിൽ ഉപയോഗിക്കുന്ന പന്താണ് സഹോ. സഹോ എന്ന പേരെങ്ങനെയാണ് വന്നതെന്ന് അറിയാമോ? സഹ്യന്റെ മകൻ ആന, അതിലെ കുട്ടി ആനയാണ് യഥാർത്ഥത്തിൽ സഹോ എന്ന ഈ വാചകത്തിലൂടെ സൂപ്പർ ലീഗ് കേരള മുന്നോട്ട് വയ്ക്കുന്നത്. മത്സരത്തിന് അനുയോജ്യമായ ഏതൊരു പ്രതലത്തിലും സഹോ കൃത്യമായി ഉപയോഗിക്കാം. അതായത് ആർട്ടിഫിഷ്യൽ ടർഫിലും നാച്ചുറൽ ഗ്രാസിലും. കൃത്യതയാർന്ന പാസുകൾ, ലക്ഷ്യം തെറ്റാതെയുള്ള ഷോട്ടുകൾ. സഹോയുടെ 8 പാനലുകൾ ഉപയോഗിച്ചുള്ള ഈ നിർമ്മിതി അതിനേറെ ഉപകാരപ്പെടും. 68.5 മുതൽ 69.5 സെന്റിമീറ്റർ വരെയാണ് സഹോയുടെ ചുറ്റളവ് എന്ന് പറയുന്നത്. 410 ഗ്രാം മുതൽ 450 ഗ്രാം വരെയാണ് സഹോയുടെ ഭാരം. ഏറെ ആകർഷകമാണല്ലേ സഹോയുടെ ഈ കാണുന്ന ഗ്രാഫിക്സ്? ഇതിന്റെ ഈ കാണുന്ന വർണ്ണങ്ങളില്ലേ, കളറുകളില്ലേ, ഇതെല്ലാം സൂപ്പർ ലീഗ് കേരളയിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ ജേഴ്സികൾ അത് ഓർമ്മപ്പെടുത്തുന്ന നിറങ്ങളാണ്. ഈ കാണുന്ന ഏരോസ് കണ്ടില്ലേ, ഇത് കേരളത്തിന്റെ ഫുട്ബോൾ സ്നേഹം അടയാളപ്പെടുത്തിയതാണ്. അതായത് കേരളത്തിന്റെ ഫുട്ബോളിന്റെ ഊർജവും ഒഴുക്കും ഒരേപോലെ പ്രതിപാദിക്കുന്നതാണ്, അനാവരണം ചെയ്തതാണ്. ഫിഫ അംഗീകരിച്ചിരിക്കുന്ന, ഫിഫയുടെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള ഒരു പന്താണ് സഹോ എന്ന് പറയുന്നത്. അതായത് ഉയർന്ന നിലവാരമുള്ള വലിയ വലിയ മത്സരങ്ങൾക്ക് സഹോ ഉപയോഗിക്കാം എന്നുള്ളതിന് ഫിഫ തന്നെ അംഗീകാരം നൽകുകയാണ്. അപ്പോൾ ഇനി കിക്ക് ഓഫിന്റെ സമയമാണ്. സഹോ ഉരുളും, ഗോളുകൾ വീഴും, കേരളം ആഘോഷത്തോടെ കയ്യടിക്കും. അഭ്യാസിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.